ലാലേട്ടൻ പറഞ്ഞ പോലെ കാഞ്ഞിരപ്പള്ളിയും പാലായും മീനച്ചിലും ചങ്ങനാശ്ശേരിയും അടങ്ങിയ കോട്ടയം. ആ കോട്ടയത്തിൻ്റെ മണ്ണിലാണ് നമ്മളിന്ന്. കണ്ടില്ലേ, മീനച്ചിലാറ് കുത്തിയൊലിച്ച് പോകുന്നു. എന്തായാലും വന്നേക്ക് നല്ല ഭക്ഷണം കഴിക്കാനാണ്. മീനച്ചിലാറിൻ്റെ തീരത്തിരുന്ന് നല്ല ഞണ്ട് റോസ്റ്റും താറാവും അപ്പാസും അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചതും മാവോലി ഫ്രൈയും. അപ്പോൾ തുടങ്ങാം, വേട്ട ആരംഭിക്കലാമാ. വാ പോരും. അതിഥിയാണ് നിങ്ങൾ, ആൾതേരാണ് ഞങ്ങൾ. മനസ്സറിഞ്ഞ് വിളമ്പലാണ് ലക്ഷ്യം, രുചിയറിഞ്ഞ് കഴിപ്പിക്കണം എന്നത് ആഗ്രഹവും. ഈ ആഗ്രഹം നടപ്പിലാക്കാനുള്ള ഓട്ടത്തിലാണ് ഈ ടീം മൊത്തം കേട്ടോ. കാരണം അതുകൊണ്ടാണ് ഇവിടുത്തെ വിജയവും. നല്ല തിരക്കുണ്ട്. ഏകദേശം 75 പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ലെവലിലാണ്. അതായത് ഇപ്പോൾ ടോപ്പിൽ 4 ക്യാബിൻ, അതിലേറെ 6-7 പേർക്ക് ഇരിക്കുക കഴിക്കാൻ പറ്റും. അതെല്ലാം AC ആട്ടോ. താഴത്ത് നോൺ AC. അതിന് കുറേ വലിയ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അവിടെ വലിയ ഹോള് പോലെ വലിയ ഹോളുണ്ട്. 10-20 പേർക്ക് ഒന്നിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ പുറത്ത് 2 സെറ്റപ്പ്, ഒരു 2 റൂം ക്യാബിൻ, അത് വേറെയുണ്ട്. ഏകദേശം എല്ലാം കൂടി 75 പേർക്ക് കഴിക്കാം. ഹായ് ആശാനെ, തിരക്കിലാണോ? ആശാന തിരക്കായിരുന്നു. നല്ല മണം. മണക്കാരൊന്നും പറയാൻ പറ്റില്ല. നല്ല ഒറ്റക്കറി കേട്ടോ. ഇതെന്തത്? അത് പോർക്ക് ചാപ്സ്. പോർക്ക് ചാപ്സ്. പിന്നെ ഇത് നാടൻ കോഴി വറുത്തരച്ച് കറി വെച്ചത്. കുരുമുളക് കെട്ട് പെപ്പർ കെട്ട് അടിച്ചു പൊളിച്ച്. അതെ. ഇത് മീൻ കറി, ഫിഷ് കറി. ഫിഷ് എന്താ? ഫിഷ് ഇത് മോത. പിന്നെ ബീഫ്. ഇത് ബീഫ്. തല. ഈ തല എന്താ? നമ്മൾ ജസ്റ്റ് വേവിച്ച് വെക്കും, ഇങ്ങനെയാണോ? ബോയിൽ ചെയ്ത് വെക്കും. ആവശ്യക്കാർ വരുമ്പോൾ നമ്മൾ അന്നേരം അത് റെഡിയാക്കി കൊടുക്കുന്നതാണ്. ഓട്ടി, കക്ക, പന്നി, പിന്നെ താറാവ് മപ്പാസ്. അടിപൊളി. നമ്മൾ രാവിലെ ഓപ്പണിങ് എത്ര മണിക്കാ? നമ്മൾ രാവിലെ ഓപ്പണിങ് 8 മണിയാകുമ്പോൾ. 8 മണി തുറക്കും. 8 മണി എല്ലാ സാധനം സെറ്റ് ആവും. എല്ലാം രാത്രി എത്ര മണി വരെ? 8 മണി. നമ്മളൊരു 8-9 വരെ നമ്മൾ ഉണ്ടാവും. ഓക്കെ. ഇത് വാരി എല്ല് കറി. മറ്റേ എല്ല്, പോത്തിന്റെ എല്ല് അല്ലേ? പോത്തിന്റെ എല്ല്. പിന്നെ കപ്പ, കപ്പയുണ്ട്, അപ്പമുണ്ട്, കള്ളപ്പമുണ്ട്, പാലപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്, പാൽക്കപ്പയുണ്ട്, കപ്പ താളിച്ചതുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, കപ്പ ബിരിയാണിയുണ്ട്. അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. ഇതെന്താ ചേട്ടാ? ഇത് കാളാഞ്ചി ഫ്രൈ. നമുക്ക് ഫിഷ് ഐറ്റം നമുക്ക് എന്തൊക്കെയാണ് ഏരി വരുന്ന ഐറ്റം? ഇനി നമ്മളിപ്പം ഇരിക്കുന്ന കരിമീൻ, ചെമ്പല്ലി, ഐരമ്പല്ലി, കാളഞ്ചി, പിന്നെ പച്ചനങ്ക്, വറാല്, വട്ട, വെലമീന് എല്ലാം ഉണ്ട്. പല്ലമീന്, ചെമ്മീന്, കൂന്തല്. ഞാൻ ആസാം. എത്ര കൊല്ലം ഇവിടെ കേരളത്തില്? ഇപ്പം 16 കൊല്ലായി. 16 കൊല്ലായി. കേരളീയരായി മാറി. എന്താ പേരെന്താ? ദുർഗേശ്വരൻ. അത് മീനൊക്കെ ഓരോ റേറ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ വന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തൂക്കി നോക്കിയിട്ട് എത്രയാണ് നോക്കിയിട്ട് അതിന് റേറ്റ് ഫിക്സ് ചെയ്യും. എന്താ അതിൻ്റെ പേര്? ആയിരംപല്ലി. നമ്മളെ ഫിഷ് നല്ല ഫ്രൈ ചെയ്തെടുത്തു. ഈ ഫ്രൈ ചെയ്ത് വേറെ ആദ്യം ഒരു മസാല വെച്ച് ഫ്രൈ ചെയ്തു. അതിനുശേഷം വേറൊരു മസാല ഉണ്ടാക്കി അതിന് ചൂടാക്കി ഇട്ടു. അത് കഴിഞ്ഞ് വാഴയിൽ വെച്ചിട്ട് പൊള്ളിക്കും. നല്ല സോഫ്റ്റ് അപ്പും കൂട്ടിയൊരു പിടുത്തം പിടിക്കണം. പൊന്നോ പൊളി. AC 2-ലേക്ക് 8 പാലപ്പം, ഒരു ഞണ്ട്, ഒരു താറാവ്, ഒരു 65, ഒരു വരാർ റോസ്റ്റ്. നമ്മൾ ഈ തമാശയെങ്കിലും പറയാനുണ്ടല്ലോ, മനുഷ്യർ മടുക്കാത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിപ്പാണെന്ന്. അതുപോലെ തന്നെ കണ്ടാൽ മടുക്കാത്തൊരു കാര്യമാണ് മഴ. എത്ര കണ്ടാലും മഴ കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കും, മഴ ആസ്വദിക്കും. അതിൻ്റെ കൂടെ നല്ല ഫുഡ് കൂടി കിട്ടിയാലോ, പിന്നെ എന്നാ വേണമല്ലേ. നല്ല മഴ കേട്ടോ. വന്നു കയറിയപ്പോൾ നല്ല മഴ, നല്ല ഫുഡും, പിന്നെ ചോറ് വാറുന്ന കാര്യങ്ങൾ. ഇങ്ങനെ കനത്ത പോളിംഗ് ആയിരുന്നല്ലോ അല്ലേ? സൂപ്പർ, അടിപൊളി. ഈ മീൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്? പാവം മീൻ. അടിപൊളി. നമുക്കൊന്നും മാറ്റി വെക്കാനോ മാറ്റി പറയാനോ ഇല്ല. പ്ലേറ്റ് തന്നെ കണ്ടാൽ അറിയാലോ. അതുപോലെ ഹെവി അടിപൊളി ഫുഡാണ്. ഇത് ചെമ്പല്ലി ഫ്രൈ, ഇത് ആയിരംപല്ലി പൊള്ളിച്ചത്, കൂടെ നല്ല മഴയും. സർവം പുകമയ. അത് ഇപ്പോൾ വന്ന ഐറ്റമല്ലേ, ആ ബീഫ് കിഴി കത്തിച്ചത്. അത് സാധാ ബീഫ് എടുത്തിട്ട് വാഴയിൽ വെച്ചിട്ട് കിഴിയാക്കിയിട്ടത് കത്തിക്കും. അതാണ് ആ കവർന്ന പുകയാണ് മൊത്തം.
നമ്മുടെ നാട്ടിലെ കള്ള് ഷാപ്പിൻ്റെ മുഖം മൊത്തം മാറിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ കള്ള് ഷാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കള്ളുകുടിയന്മാരെ മാത്രം ഒരു കേന്ദ്രം ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പം കണ്ടില്ല, ഇവിടെ മൊത്തം ഫാമിലീസാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റം ഒന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് ഐറ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മൾ പറഞ്ഞ ചെമ്പല്ലി, അതുപോലെ തന്നെ 1000 പല്ലി പൊള്ളിച്ചത് നോക്കട്ടെ. മുട്ടായി ഗംഭീരം. ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണങ്ങാനം, അതായത് വാഗമൺ റൂട്ടിലാണ്. വാഗമൺ റൂട്ടിൽ പാലയിൽ ഒരു 5 കിലോമീറ്റർ വരുമ്പോൾ കാണാം കടവ്. പേര് പോലെ തന്നെ കേട്ടോ, കടവ്. അതായത് മീൻച്ചിലാറിൻ്റെ തീരത്താണ്, അതുകൊണ്ടാണ് കടവ് എന്നുള്ള പേരിട്ടേക്കുന്നത്. സംഗതി പൊളിച്ചു. ഒരു താറാവുണ്ട്, ഒരു ഷപ്പും താറാവ് മസ്റ്റ് ഐറ്റം. അപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ അങ്ങോട്ട് മെല്ലെ വിട്ടേക്കും. വീണ്ടും പകരം പോട്ടെ. ബൈ.